സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കാണ് ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള സിവിൽ ലൈൻസ് കോടതി പരിസരം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. അഴികൾക്കുള്ളിലായ ഭർത്താവിനെ രക്ഷിക്കാൻ സ്നേഹത്തോടെ ഓടിയെത്തിയ രണ്ട് ഭാര്യമാർ. ഒടുവിൽ അതേ ഭർത്താവ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അകത്തായ വിചിത്രമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മീററ്റിലെ ഡൽഹി ഗേറ്റ് മേഖലയിലുള്ള പൂർവ്വ മഹാവീർ സ്വദേശിയായ ഫുർഖാൻ എന്നയാളുടെ ഭാര്യമാരാണ് കോടതി അങ്കണത്തിൽ വെച്ച് നട റോഡിൽ ഏറ്റുമുട്ടിയത്. അയൽക്കാരുമായുള്ള നിസ്സാരമായ തർക്കത്തെ തുടർന്നാണ് ഫുർഖാനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. തന്റെ പ്രിയപ്പെട്ടവനെ ജാമ്യത്തിലിറക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആദ്യ ഭാര്യ ഷബാനയും രണ്ടാം ഭാര്യ ഷഹീനയും ഒരേ സമയം കോടതിയിലെത്തുകയായിരുന്നു. ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എത്തിയ ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ആദ്യഘട്ടത്തിൽ വാക്കേറ്റമായിരുന്നുവെങ്കിലും നിമിഷങ്ങൾക്ക് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. തന്റെ ഭർത്താവിനെ താൻ തന്നെ ജാമ്യത്തിലിറക്കുമെന്ന വാശിയിലായിരുന്നു ഷബാനയും ഷഹീനയും. ഇതോടെ കോടതി പരിസരം യുദ്ധക്കളമായി മാറി. വെറും ഭാര്യമാർ തമ്മിലുള്ള തർക്കത്തിൽ ഒതുങ്ങാതെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും രണ്ട് ചേരികളായി തിരിഞ്ഞ് സംഘർഷത്തിലേർപ്പെട്ടു. പരസ്പരം അസഭ്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഷബാനയുടെയും ഷഹീനയുടെയും കുടുംബാംഗങ്ങൾ ഏറ്റുമുട്ടിയത്. കോടതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും നോക്കി നിൽക്കവെയായിരുന്നു ഈ പരസ്യമായ തെരുവ് യുദ്ധം. പൂർവ്വ മഹാവീറിലെ ഫുർഖാനും അയൽവാസികളും തമ്മിൽ വളരെ കാലമായി നിലനിന്നിരുന്ന തർക്കമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ കലാശിച്ചത്. സമാധാന ലംഘനം നടത്തിയെന്ന കുറ്റത്തിനാണ് പോലീസ് ഫുർഖാനെ പിടികൂടിയത്. ഭർത്താവ് അകത്തായതറിഞ്ഞ രണ്ട് വീടുകളിലും കരച്ചിലും ബഹളമായിരുന്നുവെങ്കിലും കോടതിയിലെത്തിയപ്പോൾ അതൊക്കെ പകയായി മാറുകയായിരുന്നു. ഷബാനയും ഷഹീനയും തമ്മിൽ നേരത്തെ തന്നെ രസക്കേടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഭർത്താവിന്റെ തണലിനായി മത്സരിച്ച ഇവർക്ക് കോടതിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന ചിന്ത പോലും ഉണ്ടായില്ല. മുടിക്ക് കുത്തിപ്പിടിച്ചും നിലത്തിട്ട് ഉരുട്ടിയും ഇവർ പരസ്പരം ആക്രമിച്ചു. സംഘർഷം രൂക്ഷമായതോടെ സിവിൽ ലൈൻ സ്റ്റേഷനിലെ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഏറെ പണിപ്പെട്ടാണ് ഇരുവിഭാഗത്തെയും പിടിച്ചുമാറ്റിയത്. അക്രമത്തിൽ ഷബാനയ്ക്കും ഷഹീനയ്ക്കും ഒപ്പമുണ്ടായിരുന്ന ചില ബന്ധുക്കൾക്കും നിസ്സാര പരിക്കുകളേറ്റു. ഇവരെ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. പൊതുസ്ഥലത്ത് ക്രമസമാധാന നില തകർക്കുകയും കോടതിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്തതിനാണ് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തത്. ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ കൊണ്ടുവന്ന രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. രണ്ട് ഭാര്യമാരെയും അവരുടെ ആക്രമണത്തിന് കൂട്ടുനിന്ന ബന്ധുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നാടകീയമായ മറ്റൊരു വശം അരങ്ങേറത് ഇതിനു ശേഷമാണ്. ഭാര്യമാർ സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് കോടതി ഫുർഖാന് ജാമ്യം അനുവദിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സന്തോഷത്തോടെ പുറത്തിറങ്ങിയ ഫുർഖാൻ കണ്ടത് തന്നെ സ്വീകരിക്കാൻ നിൽക്കേണ്ട ഭാര്യമാർ പോലീസ് വാനിൽ ഇരിക്കുന്നതാണ്. സ്വന്തം ഭാര്യമാർ തമ്മിൽ തല്ലി ജയിലിലായ വിവരം അറിഞ്ഞ ഫുർഖാൻ കോടതി പരിസരത്ത് തലയിൽ കൈവച്ച് ഇരുന്നുപോയി. തന്നെ മോചിപ്പിക്കാൻ എത്തിയവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് കണ്ട ഫുർഖാന്റെ അവസ്ഥ കണ്ട കോടതിയിലെത്തിയ മറ്റ് അഭിഭാഷകരും കക്ഷികളും അന്തം വിട്ടു. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ മൊബൈലിൽ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം മീററ്റിലെ ഈ ഭാര്യമാരുടെ യുദ്ധം ഇന്റർനെറ്റിൽ വൈറലായി. ഉത്തർപ്രദേശ് പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തലവേദനയായി മാറുകയും ചെയ്തു. അയൽവാസികളുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച ഫുർഖാൻ ഇപ്പോൾ തന്റെ രണ്ട് ഭാര്യമാരെയും പുറത്തിറക്കാൻ കോടതികൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. കോടതിയിൽ ഹാജരാക്കിയ ഷബാനയും ഷഹീനയും കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. ഒരു വീട്ടിൽ രണ്ട് ഭാര്യമാരുള്ളത് സമാധാനക്കേടിന് കാരണമാകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ഇത്തരത്തിൽ ജയിൽവാസം വരെ എത്തിക്കുമെന്ന് കരുതിയില്ല എന്നാണ് പ്രദേശവാസികൾ തമാശയായി പറയുന്നത്. കുടുംബകലഹം തെരുവിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ പോലീസ് കർശന നിലപാടാണ് സ്വീകരിച്ചത്. കോടതി അങ്കണത്തിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഒരു തരത്തിലും അനുവദിക്കാൻ ാവില്ലെന്ന് സിവിൽ ലൈൻസ് പോലീസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കി. സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിന് ശേഷം കോടതി പരിസരം ശാന്തമായെങ്കിലും പൂർവ്വ മഹാവീർ മേഖലയിൽ ഈ സംഭവം ഇപ്പോഴും സംസാര വിഷയമാണ്. മിക്കവരും ഫുർഖാന്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. താൻ ജാമ്യത്തിലിറങ്ങിയതിന്റെ ആശ്വാസം പോലും ഫുർഖാന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യമാരുടെ ബന്ധുക്കൾ തമ്മിലുള്ള ശത്രുത കൂടിയായതോടെ കുടുംബത്തിൽ വലിയൊരു വിള്ളൽ തന്നെ വീണിരിക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ഷബാനയും ഷഹീനയും ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. പൊതുസ്ഥലത്തെ സംഘർഷത്തിന് കർശനമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യം കിട്ടിയ ഭർത്താവ് ഇപ്പോൾ തന്റെ ഭാര്യമാരെ എങ്ങനെ ജാമ്യത്തിലിറക്കും എന്ന ചിന്തയിലാണ്. പണം കണ്ടെത്താനും അഭിഭാഷകരെ കാണാനും അദ്ദേഹം നെട്ടോട്ടമോടുകയാണ്. ഒരു ചെറിയ കുടുംബതർക്കം എങ്ങനെയാണ് വലിയൊരു നിയമപ്രശ്നമായി മാറുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി സംഭവം മാറി. സാധാരണയായി കുറ്റവാളികൾ കോടതിയിലെത്തുമ്പോൾ കുടുംബാംഗങ്ങൾ കരയാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഭാര്യമാർ തമ്മിൽ ആക്രോശിക്കുന്നതും ആക്രമിക്കുന്നതും കണ്ടപ്പോൾ പോലീസുകാർ പോലും അമ്പരന്നു പോയി. യുപിയിലെ മീററ്റിൽ നടന്ന ഈ സംഭവം സ്നേഹം അമിതമായാൽ അത് അപകടമാകുമെന്ന പാഠമാണ് നൽകുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിയമത്തെ ബഹുമാനിക്കുന്നത് എന്ന് ഈ രണ്ട് ഭാര്യമാരും ഇപ്പോൾ ജയിൽ അഴികൾക്കുള്ളിലിരുന്ന് ചിന്തിക്കുന്നുണ്ടാകാം.